ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നാളത്തെ പത്രമാറ്റത്തിൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യൻ എങ്ങനെ എരികയറ്റിക്കൊണ്ടിരിക്കുകയാണ് ജലജ. അപ്പോൾ ജലജയും കാരണം നവ്യയോട് സോപ്പിട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരി. കാരണം എന്നാലല്ലേ ഉള്ളൂ അവിടെ കലഹം ഉണ്ടാവുക നയനിയായിട്ട്. അപ്പോൾ പറയും നവ്യ പറയുന്നുണ്ട് ഇവിടുന്ന് പോകണം എന്നുള്ള ഇതിലാണ് അവൾ സംസാരിക്കുന്നത്. അപ്പോൾ പറയും നീയും അനാമിക മോളൊന്നും അല്ല ഇവിടുന്ന് പോകേണ്ടത് ആ കൊച്ചാ ആദർശിൻ്റെ കൊച്ച് അതാണ് ഇവിടുന്ന് പോകേണ്ടത്, അല്ലാണ്ട് നിങ്ങളല്ല പോകേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിൽ നവ്യയ്ക്ക് കല്ലി കയറുകയാണ് അത് കേട്ടിട്ടേ. നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് പിന്നെ ഇത് നയനയെ വിമർശിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറയും നീ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ പുറത്തടിക്കാനുള്ള വഴി നോക്ക് നവ്യ, അല്ലാണ്ട് നിങ്ങൾക്കൊന്നും ഇവിടെ ജയിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ആ കൊച്ചിനെ തലയിലേറ്റും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ മുകളിൽ നയനയും ആദർശമൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കണമുണ്ടല്ലോ, അതിൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് എങ്ങനെയെങ്കിലും അതിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നോക്ക് എന്നിങ്ങനെ പറഞ്ഞ് ഇവളെ എരിപൊരി കൊട്ടാണ്. അങ്ങനെ നവ്യയുടെ സ്വഭാവം പറ്റ ബടക്കായി ഇറക്കാട്ടോ. അവൾക്ക് നന്നല്ല അവളുടെ സ്വഭാവം. ഇപ്പം ആകെ മാറി മൊത്തത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ചെല്ലുമ്പോഴും നമ്മുടെ നന്ദു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും പറയുന്നുണ്ട് കനക പറയുന്നുണ്ട് ഈ ആദർശിനെയും നയനേനെയും തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കയറുന്നുണ്ട് നമ്മുടെ നന്ദുവിന് കണ്ട അമ്മ എന്തിനാ വെറുതെ ഒരു കാര്യമില്ലാണ്ട് നയനേച്ചിനെ കുറ്റപ്പെടുത്തുന്നത്. കാരണം നയനേച്ചി ഒന്നും കാണാണ്ട് ആദർശേട്ടൻ്റെ കൂടെ നിൽക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല കാര്യങ്ങൾ. പിന്നെ അവസാനം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കുറ്റബോധം തോന്നും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സഹി ഇട്ടിട്ടാണ് നമ്മുടെ നയന അത് പറയുന്നുണ്ട് കേട്ടോ. കനകോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്. കാരണം എത്രയ്ക്കൊക്കെ അവരെ അധിക്ഷേപിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത്രയും ചെയ്തിട്ടുണ്ട്. അബിയും നവ്യയും കൂടെ ചേർന്നിട്ടും കൂടിയാണ് പറയുന്നത്. അതാണ് അബിയാണ് ഏറ്റവും വലിയ ദുഷ്ടൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ നാളത്തെ റിവ്യൂ പോകുന്നത്. എന്തായാലും ആരും മിസ് ചെയ്യേണ്ട കാണുക. അങ്ങനെയൊക്കെ അതുപോലെ വേറെന്താ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. നാളത്തെ പത്രമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.